ശ്രീ പി വി അൻവർ, ഇവിടെ ഇത്രയും ദിവസമാകുന്നു ഒരു കീസൺ എന്ന് പറയുന്ന ഒരു PR ഏജൻസി ഉണ്ടാകുന്നു, അതിൽ ഹിന്ദു എന്ന പത്രത്തിന് കൊടുക്കുന്ന ഒരു അഭിമുഖം ഉണ്ടാകുന്നു. ഇത്രയും മണിക്കൂറായി കീസൺ ആരാണ്, കീസൺ എന്താണ്, അവിടെ മുഖ്യമന്ത്രിക്കൊപ്പം ഇരുന്നവർ ആരൊക്കെയാണ്, എന്താണ് അവരുടെ താല്പര്യം എന്നിപ്പോഴും നമുക്ക് മുന്നിൽ അവ്യക്തമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ശ്രീ പി വി അൻവർ? അല്ല, അത് കിസാന് ഒരു പക്ഷേ ഭാരതീയ കിസാൻ സഭ അതായിരിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് അങ്ങനെ വിടാം. എനിക്ക് ആശ്മിയോട് പറയാനുള്ളത്, എന്തിനാണ് ആശ്മി ഇതിന് സമയം കളയുന്നത്? ഇതൊക്കെ ജനങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലായില്ലേ? PR ഏജൻസി ഏതാണെന്ന് പറയാൻ പറ്റില്ല, അതിൽ പങ്കെടുത്തവരാരാന്ന് പറയില്ല. ഇതൊന്നും ഇനി നമ്മൾ അന്വേഷിച്ച് പോകേണ്ടതില്ല. കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഹിന്ദു പത്രത്തിന് ഈ ഇൻ്റർവ്യൂ കൊടുത്ത് ആ പത്രം അച്ചടിച്ച് ഇന്ത്യയിൽ മുഴുവൻ പ്രചരിച്ച് ഏകദേശം ഒരു 15 മണിക്കൂർ കഴിയുമ്പോഴാണ് രാത്രി 8:30 മണിക്ക് കോഴിക്കോട് വെച്ച് ഞാൻ ഈ പത്രം ഉയർത്തി കാണിച്ച് മാമി കേസിൽ ഇതെന്താണെന്ന് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ തെറ്റ് പറ്റിയിരുന്നാണെങ്കിൽ ഈ പത്രം ഇറങ്ങിയ സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ പറയുന്ന പത്രക്കുറിപ്പ് വരണ്ടേ? ഇത് CM പറയാത്തൊരു കാര്യമാണ്. ഇത് പത്രത്തിന് പറ്റിപ്പോയ തെറ്റാണ്, അത് പത്രം തിരുത്തണം എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. 30 മണിക്കൂറിന് ശേഷമാണ് പത്രം അച്ചടിച്ച് ഇറങ്ങി 30 മണിക്കൂറിന് ശേഷമാണ് ഈ വിഷയം ഒരു വലിയ ചർച്ചയാവുന്നത്. ആ ചർച്ചയായതിന് ശേഷമാണ് ഇങ്ങനെ ഒരു PR ഏജൻസി നടത്തിയ ഒരു ഗെയിമാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയുമായി CMO വരുന്നതും ഹിന്ദു പത്രത്തിൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ടൊരു കുറിപ്പ് കാണിക്കുന്നതും. അതിൻ്റെയൊക്കെ എന്താ പറയുക, നിജസ്ഥിതി എന്താണെന്ന് പോലും നമുക്കാർക്കും അറിയില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഇവിടെ റഹീം തന്നെ പറഞ്ഞു ഇതിന് റെക്കോർഡ് ഉണ്ടാകും. റെക്കോർഡ് ഹിന്ദുവിൻ്റെ അടുത്ത് മാത്രമല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിൻ്റെ ഓഫീസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ആ റെക്കോർഡ് പുറത്തു വിടാൻ CMO തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി ഈ വിഷയം ഉന്നയിച്ച വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കൊന്ന് തരുമോ? കാരണം അതൊന്ന് ഫോറൻസിക്കിന് കൊടുത്തു നോക്കാം. ഈ റെക്കോർഡിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമില്ല എന്നാണല്ലോ പറയുന്നത്. ഇനി ആ റെക്കോർഡിൽ അത് വെട്ടിത്തിരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഫോറൻസിക് പരിശോധനയിലാകും. അതിന് തയ്യാറുണ്ടോ? ഈ 2 ചോദ്യമാണ് അതിനുള്ളത്. മറ്റൊരു കാര്യം, ഇതാദ്യമായിട്ടല്ലല്ലോ മുഖ്യമന്ത്രി പറയുന്നത്. ഹിന്ദു പത്രത്തിനോട് പറയുന്നതിന് മുമ്പ് ഇതേ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഈ കള്ളക്കടത്തുകാരുടെ പുറകിലാണ് എന്ന് പറഞ്ഞ് നടത്തിയ ആ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ടല്ലോ. ഇത് മലപ്പുറത്താണ് ഈ പറയുന്ന കള്ളക്കടത്ത് കേസിൽ 129 കേസും പിടിക്കപ്പെട്ടത് മലപ്പുറത്ത് നിന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ പറയുന്ന കണക്കുകളൊക്കെ അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഹിന്ദുവിനോട് പറഞ്ഞുകൊണ്ട് എന്താ കുഴപ്പം? അപ്പോൾ ഇതൊക്കെ ആൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യവും മലപ്പുറത്തെയും മലബാറിലെയും മുസ്ലിം സമുദായം വർഗീയവാദികളാണ് എന്ന് ക്ലിയർ ചെയ്യാനും ഈ പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിനെ സന്തോഷിപ്പിക്കാനുമല്ലോ ഹിന്ദു പത്രത്തിൽ പോയത്. കേരളത്തിലൊരു പത്രത്തിന് എന്താ ഈ രീതിയിലുള്ള ഒരു ഇൻ്റർവ്യൂ കൊടുക്കാത്തത്? ആ പത്രക്കാർ ചോദിക്കും. ഹിന്ദു ആകുമ്പോൾ അറേഞ്ച്ഡ് ഒരു ഇൻ്റർവ്യൂ ആകുമ്പോൾ എഴുതി തയ്യാറാക്കിയ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് പോന്നാൽ മതി. ഇത് കേരളത്തിൽ ആരും കാണൂല. ഈ പത്രം എത്ര പേര് കേരളത്തിൽ വായിക്കുന്നുണ്ട്? അവരൊന്നും രാഷ്ട്രീയത്തിൽ വായിക്കുന്നതിന് വേണ്ടി തന്നെ ഒരു പക്ഷേ രാഷ്ട്രീയത്തിൽ താല്പര്യം വളരെ കുറഞ്ഞവരായിരിക്കും. അപ്പോൾ അതങ്ങനെ മൂടിപ്പോകും. BJPയും RSS നേതൃത്വത്തെയും സന്തോഷിപ്പിക്കാൻ ഈ പത്രം ഇറങ്ങിയ അന്ന് രാവിലെ തന്നെ ആ പത്രം എടുത്ത് കാണിക്കേണ്ടതുണ്ടാവും. ഇന്നിപ്പോൾ റഹീം ഇതുവരെ ഇന്നലെ മുതൽ നമ്മൾ ചോദിക്കുന്നു, എല്ലാവരോടും ചർച്ചയിൽ വരുന്ന പ്രതിനിധികളോട് ചോദിക്കുന്നു, മന്ത്രിമാരോട് ചോദിക്കുന്നു, എല്ലാവരോടും ചോദിക്കുന്നു, ആരും പറയുന്നില്ല, അന്വേഷിക്കുന്നു. പക്ഷേ ഇന്ന് ഈ വൈകുന്നേരമാകുമ്പോഴേക്കും ചർച്ചയിൽ റഹീം MP പറയാൻ ധൈര്യം കാണിക്കുകയാണ്, അതിൽ പരിശോധന ഉണ്ടാകും, അന്വേഷണം ഉണ്ടാകും. അത് വിശ്വസിച്ചുകൂടെ അൻവർ? നമ്മൾ ബ്രേക്കിംഗ് കൊടുക്കുന്നുണ്ടോ സാധനം? ഞാൻ പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായ ധാരണ വേണം. ഞാൻ പറഞ്ഞത് അല്ല ഹാഷ്മി, ഒരു മിനിറ്റ്. എന്ത് വളച്ചൊടിച്ച്? ഒന്നും വളച്ചൊടിച്ചില്ല. താങ്കൾ പറഞ്ഞാണ് പരിശോധിച്ച് അന്വേഷണം. ശ്രീ പി വി അൻവർ, ഞാനെന്ന് ഹാഷ്മിയോട് ഒരു കാര്യം തിരുത്താൻ വേണ്ടിയിട്ടാണ്. അല്ല, അങ്ങ് കേൾക്ക്, അങ്ങ് ബഹളം വെക്കാതിരിക്കെ. ഞാൻ കഷ്ടമാണ്, സാങ്കേതിക പ്രശ്നം. ഇല്ല എന്തോ ചെറിയ പ്രശ്നമുണ്ടോ? ഇവനെ ക്ഷമിക്കണം. താങ്കൾ പറഞ്ഞാണ് പരിശോധിച്ച അന്വേഷണം, താങ്കൾ പറഞ്ഞതാണ് പരിശോധിച്ച അന്വേഷണം. ഒരു വളച്ചൊടിക്കലുമില്ല, ഒരു വളച്ചൊടിക്കലില്ല. പി വി അൻവർ പറഞ്ഞോളൂ, അൻവർ പറഞ്ഞോളൂ.
അങ്ങനെയല്ല. ഞാൻ ചർച്ചയ്ക്ക് വന്നതല്ല. ഞാൻ പറയാം. ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. ഞങ്ങളുടെ ഉണ്ടായിരുന്ന ഗുരുതരമായ പ്രശ്നം വിദ്വേഷജനകമായ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞതാണ് മുഖ്യമന്ത്രി പറഞ്ഞു. പറയട്ടെ, രണ്ടാമത്തെ കാര്യം ഇപ്പോൾ കൊണ്ടുവരുന്ന ഈ PR ഏജൻസി തിയറിയാണ്. ആ PR ഏജൻസി തിയറിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ വളരെ കൃത്യമായി ആവശ്യമെങ്കിൽ അത് സംബന്ധിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കും. എന്റെ പൊന്നേ റഹീമേ, താങ്കൾക്ക് ഒരു പരിശോധന ഉണ്ടാകുമെന്നും ഒരു അന്വേഷണം ഉണ്ടാകുമെന്നും പറയാനുള്ള ധൈര്യമില്ലാത്തത് എന്താണ്? താങ്കൾ ഒരു MP അല്ലേ? താങ്കൾ ഡിവൈഎഫ്ഐയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവല്ലേ? നാടിനെ ബാധി ഇത്ര ഗുരുതരമായ പ്രശ്നത്തിൽ ഒരു പരിശോധന ഉണ്ടാകും, ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് പറയാനുള്ള ധൈര്യമില്ലാത്തത് എന്താണ്? അത് തിരുത്തുന്നത് എന്താണ് താങ്കൾ? എന്ത് കഷ്ടമാണ്! എന്താണ് ശ്രീ എ റഹീം? ശ്രീ പി വി പറഞ്ഞു പൂർത്തിയാക്കോളൂ. എന്ത് സാങ്കേതിക പ്രശ്നം ക്ഷമിക്കണം. ശ്രീ പി വി പറഞ്ഞു പൂർത്തിയാക്കോളൂ. കഷ്ടത്തിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. ഞാൻ അപ്പോൾ പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതും ഒന്ന് തന്നെയാണ്. ഹാഷ്മി, ഞാൻ എന്നോട് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ ചർച്ചയ്ക്കില്ല, ഞാൻ ചർച്ചയ്ക്ക് വന്നതല്ല. എന്താ അറിയോ, ഇതെന്ന് പറഞ്ഞാൽ സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നാണ്. അല്ല, ഞാൻ തുടക്കത്തിൽ കിട്ടും, അപ്പോൾ താങ്കൾ എടുത്ത് അവസാനിപ്പിക്കാം. ഇപ്പോൾ താങ്കൾ ഇതിനിടയ്ക്ക് വരുമ്പോൾ സ്വാഭാവികം അങ്ങനെ ഇടപെടൽ ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. ശ്രീ പി വി അൻവർ, എൻ്റെ ഒറ്റ ചോദ്യം കൂടി. നാളെ DGPയുടെ റിപ്പോർട്ട് നിയമസഭയിൽ വരാൻ പോവുകയാണ്. അപ്പോൾ താങ്കൾ ആദ്യ 2 ദിവസം സഭാസമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ലെന്ന് കേൾക്കുന്നുണ്ട്. DGPയുടെ റിപ്പോർട്ടിൽ പ്രതീക്ഷ ഇപ്പോൾ ഇന്ന് ബിനോയ് വിശ്വം CM-നെ കണ്ടു, സ്വാഭാവികമായും ADGP മാറണമെന്ന് ആവശ്യപ്പെടാനായിരിക്കും. നാളത്തെ റിപ്പോർട്ടിൽ താങ്കൾക്ക് പ്രതീക്ഷയുണ്ടോ? റിപ്പോർട്ട് വരുന്ന പശ്ചാത്തലത്തിൽ ആദ്യ 2 ദിവസം തന്നെ ആദ്യ ദിവസം സഭാസമ്മേളനത്തിലേക്ക് എത്തുമോ അൻവർ? ഇത് ഞാൻ ആദ്യം പറഞ്ഞതല്ലേ, ഹെഡ് മാസ്റ്ററുടെ പരാതി അന്വേഷിക്കാൻ, ഹെഡ് മാസ്റ്ററെ പറ്റിയുള്ള പരാതി അന്വേഷിക്കാൻ പ്യൂണിനെയും അധ്യാപകനെയും സ്കൂളിൽ ബെല്ലടിക്കുന്നവനെയും ഏൽപ്പിച്ചിട്ട് വരുന്ന റിപ്പോർട്ടല്ലേ. അത് 2024 ഏറ്റവും വലിയ തമാശയാവുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞ, അത്രയും പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ കൊട്ടിഘോഷിക്കപ്പെടാൻ പോകുന്ന എന്താ, അദ്ദേഹത്തെ ഈ കസാലയിൽ നിന്ന് അടുത്ത കസാലയിലേക്ക് മാറ്റിയിരുത്തി, ഈ AC റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് ഇരുത്തി. അതുകൊണ്ടാകുമായിരിക്കാം, അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇത് അന്വേഷണം തന്നെ നടക്കുന്നില്ലല്ലോ. ഇന്നലെ വരിക DYSP എൻ്റെ അടുത്ത് തിരുവനന്തപുരത്ത് നിന്ന് മൊഴിയെടുക്കാൻ, ഇന്ന് റിപ്പോർട്ട് കൊടുക്കാൻ. വിജിലൻസിൻ്റെ DYSP ഇന്നലെ എൻ്റെ അടുത്ത് വരുന്നത് ഈ കാര്യത്തിൽ മൊഴിയെടുക്കാൻ, അവിടെ ഇന്ന് റിപ്പോർട്ട് കൊടുക്കുകയാണ്. ഞാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞു വിട്ടു. ഞാൻ ആ കൊടുത്ത പരാതി തന്നെ പിൻവലിക്കാൻ നിൽക്കുക. എന്തിനെങ്ങനെ ഫൂളാവുന്നത്? കോടതിയിൽ വല്ലതും നടക്കുമെന്ന് നോക്കട്ടെ, അത്രയേ ഉള്ളൂ.